അഞ്ചാമത്തെ പോയിന്റ്. അഞ്ചാമത്തത്, മനസ്സിൽ ആത്മീയ സ്വരൂപത്തിൻ്റെ സ്മൃതിയും വാക്കുകളിൽ സത്യതയും മധുരതയും കർമ്മത്തിൽ വിനയവും സന്തുഷ്ടതയും ധാരണ ചെയ്ത് സമ്പൂർണ്ണ പാവനമാകും. സമ്പൂർണ്ണ പവിത്രതയുടെ ഒരു പരിഭാഷ തന്നിരിക്കുകയാണ് ബാബ പ്രതിജ്ഞ പോലെ. എന്താണ് സമ്പൂർണ്ണ പവിത്രത? എന്താണ്? മനസ്സിൽ ആത്മസ്വരൂപത്തിൻ്റെ സ്മൃതി, ദേഹ്യാഭിമാനി അവസ്ഥ, സോൾ കോൺഷ്യസ്നസ്, സോൾ കോൺഷ്യസ് ലിവിങ്. മനസ്സിൽ ആത്മസ്വരൂപ സ്മൃതി, വാക്കുകളിൽ സത്യതയും മധുരതയും, സത്യതയും മധുരതയും, കർമ്മത്തിൽ വിനയം സന്തുഷ്ടത, പറഞ്ഞ തൃപ്തി. നമുക്കും തൃപ്തി കർമ്മത്തിൽ. എന്ത് കർമ്മം ചെയ്യുന്നു, ആരെയൊക്കെ അത് ബാധിക്കുന്നതാണോ, കർമ്മഫലം ആർക്കൊക്കെയാണോ അതിലേക്ക് പോണേ, അവർക്കെല്ലാം അതിലൂടെ സന്തുഷ്ടത കൊടുക്കാൻ കഴിയണം. അപ്പൊ കർമ്മത്തിൽ സ്വയത്തിന് വേണ്ടത് വിനയം, മറ്റുള്ളവർക്ക് സന്തുഷ്ടത. നമുക്കും സന്തുഷ്ടത, മറ്റുള്ളവർക്കും സന്തുഷ്ടത. പിന്നെ സ്വയത്തിന് വേണ്ടുന്ന ഇത് പടച്ചട്ടയിട്ട് സാധാരണ ആൾക്കാർ കണ്ടിട്ടില്ലേ, ഏതെങ്കിലുമൊക്കെ ജോലിക്ക് ചെയ്യുന്നവർ തലയിലൊരു തൊപ്പി, ശരീരത്തിലൊരു ഓവർകോട്ട്. അപ്പം നമ്മൾ പറയാം ഇത്, മറ്റതിൽ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും ഇവരിന്ന് വർക്കേഴ്സാണ്. അപ്പം ബാബ പറഞ്ഞ നമ്മുടെ ഓവർകോട്ട് ഏതാണ്, നമ്മുടെ പടച്ചട്ട ഏതാണ്? വിനയം. വിനയമാണ് നമ്മുടെ പടച്ചട്ട. ഒരു കർമ്മത്തിലും അഹംഭാവം അഹങ്കാരം തൊട്ട് തീണ്ടരുത് പറയാം ബാബ. അത് നമ്മുടെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെടും. എന്ത് ചെയ്യാൻ പറ്റും എന്നല്ലേ ബാബ പറഞ്ഞില്ലേ, ചലാനെ വാല ചലാ രഹാ ഹൈ, കരാനെ വാല കരാ രഹാ. ആ ഫീലിംഗ് ആന്തരികമായി ഉള്ളിന്ന് വരും ആത്മാവിന്. എന്ത് ചെയ്യുമ്പോഴും ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്യിപ്പിക്കുകയാണ്, നടത്തിക്കുന്ന ആൾ നടത്തിക്കുകയാണ്, നടക്കുന്ന ആൾ നടന്നുകൊണ്ടിരിക്കുക. അതാണ് ആ വിനയം. നിമിത്തഭാവം വിനയം, അത് രണ്ടും ഒരുമിച്ച് നിൽക്കുന്നതാണ്. നിമിത്തഭാവം വന്നാലേ വിനയം ഉണ്ടാകുള്ളൂ. അതാണ് പറഞ്ഞ ബാബ. മനസ്സിൽ ആത്മസ്വരൂപത്തിൻ്റെ സ്മൃതി, വാക്കിൽ സത്യതയും മധുരതയും, കർമ്മത്തിൽ വിനയം സന്തുഷ്ടത ധാരണ ചെയ്ത് സമ്പൂർണ്ണ പവിത്രം. ആ ധാരണയോടുകൂടി അത് ധരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ എന്ത് പറയാം? സമ്പൂർണ്ണ പവിത്രം. എഴുതിക്കൊള്ളു. മനസ്സിൽ ആത്മസ്വരൂപ സ്മൃതിയും വാക്കുകളിൽ സത്യതയും മധുരതയും കർമ്മത്തിൽ വിനയവും സന്തുഷ്ടതയും ധാരണ ചെയ്ത് സമ്പൂർണ്ണ പാവനമാകും. ഓരോ തവണ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഫീൽ ചെയ്യണം ബാബയുടെ കിരണങ്ങൾ. എത്ര തവണ ആവർത്തിച്ചെഴുതുന്നു, സർവശക്തിവാൻ ബാബ ഞാൻ ഈ പ്രതിജ്ഞ എഴുതുമ്പോൾ പാലിക്കാൻ ഞാൻ ദൃഢസങ്കല്പം വയ്ക്കുന്നതിനോടൊപ്പം സർവശക്തിവാൻ ബാബ്ദാദ ആത്മാവിന് ആ ശക്തി പകർന്നു വന്നുകൊണ്ടിരിക്കണം. ബാബയുടെ കുടക്കീഴിലിരുന്നുകൊണ്ട് ആ ശക്തി ഫീൽ ചെയ്തുകൊണ്ട് വേണം എഴുതാൻ. അപ്പം എത്ര തവണ എഴുതുന്നോ അത്രയും സമയം നമ്മുടെ മെഡിറ്റേഷനാവും. രണ്ടുമാകും, ജ്ഞാനത്തിൻ്റെ ധാരണയുമാകും, യോഗത്തിൻ്റെ ബലവും. ബാബയുടെ കുടക്കീഴിലിരുന്നു കൊണ്ട് എഴുതാം, ശക്തി ഫീൽ ചെയ്തുകൊണ്ട്.